ഒരു കുറ്റി ഗ്യാസ് ഈ സംസ്ഥാനത്തിന് ശരിയാക്കി തരാനുള്ള ത്രാണിയില്ലാത്ത ജോലി ഇല്ലാത്ത വകുപ്പ് സഹമന്ത്രിയാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. അദ്ദേഹം ഹൈക്കോടതിയിൽ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് നല്ലൊരു പ്രഹരം കിട്ടി. മാപ്രകൾ അധികം പ്രചാരം അതിന് നൽകിയില്ല. നമ്മുടെ കോവിയണ്ണനല്ലേ എന്ന് സമാധാനിച്ചു എന്ന് തോന്നുന്നു. അത് കൊടുത്തില്ല. വേറെ ഈ നിയോജക മണ്ഡലങ്ങളിൽ കറങ്ങി അതിൻ്റെ പൈങ്കിളി കഥകൾ എഴുതാനാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം. മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോവിയണ്ണൻ തൃശ്ശൂരിൽ പ്രചാരണം നടത്തിയതെന്നും ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സകലമാന തെളിവുകളുമായി AS ബിനോയ് എന്ന ആളാണ് ഹൈക്കോടതിയിൽ ചെന്നത്. ഈ കേസ് നിലനിൽക്കില്ല, അത് വെറും കള്ളക്കേസാണെന്നും പറഞ്ഞ് ഉപഹർജിയുമായി സുരേഷ് ഗോപിയും പോയി കോടതിയിലേക്ക്. സുരേഷ് ഗോപിയുടെ ആ ഹർജി ആദ്യമേ തള്ളി കോടതി. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന ഹർജി നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. വിചാരണ സുരേഷ് ഗോപി നേരിടണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉറപ്പിച്ച് പറഞ്ഞു. ഹർജി തള്ളണം, ഇതൊന്നും നിലനിൽക്കില്ല എന്ന് സുരേഷ് ഗോപി ഉപഹർജിയിലൂടെ ഒരുപാട് വാദിച്ചു നോക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, മതവികാരങ്ങൾ ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണ് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഈ ഹർജി നിയമപരമായി നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയത്. കൗസർ ഇടപ്പകത്ത് എന്ന ന്യായാധിപനാണ് വിധി പറഞ്ഞത്. തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും നൽകുമ്പോൾ ഇപ്പോൾ ജഡ്ജി പണി എളുപ്പമാവും എന്നുള്ളത് എനിക്ക് തോന്നണേ. കാരണം വീഡിയോയും ചിത്രങ്ങളും നോക്കിയാൽ മതിയല്ല. വിശദമായ വാദം കേൾക്കണമെന്നാണ് കൗസർ ഇടപ്പകത്ത് പറഞ്ഞത്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും ശാന്തിവിള ടോക്സ് ആണ്. അതെ, ശാന്തിവിളയുടെ അടുത്ത വീഡിയോസ് വന്നിട്ടുണ്ട്. ഞാൻ ഓരോ വീഡിയോ വരുമ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യും. അതിനകത്ത് നമുക്ക് കറണ്ടാൻ പറ്റിയ എന്തുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കറണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ട്. അതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഈ ഒരു തരത്തിലുള്ള റിയാക്ഷനിൽ ഈ പുള്ളിയുടെ അവതരണ ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ കൂടെ അദ്ദേഹത്തിന്റെ വീഡിയോ റിയാക്ഷൻ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള കൂട്ടുകാർ അവസാനം വരെ കാണുക. അതിനോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും ഷെയറും കമന്റും ഹൈപ്പും ഒക്കെ നൽകി കൂടെ നിന്ന് സപ്പോർട്ട് തരണം, നമ്മുടെ ചാനലിനെ ഒന്ന് വളർത്തി തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട MP സുരേഷ് ഗോപിക്ക് വിളമ്പിയത് നിങ്ങൾ കണ്ടല്ലോ. അത് കൊടുത്ത ഒരു സൈഡിലൊക്കെ ഇരുത്തേപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ താത്വികമായ അവലോകനം നടത്തുന്ന ഒരു മലയാള സിനിമയിൽ നിന്നും വന്ന ഒരു യൂട്യൂബറാണ് നിലവിലെ ആലപ്പി അഷറഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ചാനലിനകത്തൂടെ ഒരു വീഡിയോ വന്നപ്പോൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുള്ളി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇഷ്യൂ ശാന്തിവിള ദിനേശേട്ടൻ കണ്ടു. അതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആലപ്പി അഷറഫിനെതിരായിട്ടുള്ള ഒരു അടിയാണ് കൊടുക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ അലക്കല്ലിട്ട് അങ്ങ് അലക്കുകയാണ്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. കത്തുമ്പോൾ വാഴ വെട്ടുന്ന ചിലരുണ്ട്. വീട് കത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരും ശ്രദ്ധ വീടിലേക്കാവുമ്പോൾ വാഴ വെട്ടുന്ന ചില വേന്ദ്രന്മാരുണ്ട്. അതിലൊരാളെ പെട്ടെന്ന് പറയാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ സത്യസന്ധതയില്ലാത്ത പുളുവടിക്കുന്ന ആലപ്പി അഷറഫിനെ എനിക്ക് ഓർമ്മ വരും. ശരിയോ തെറ്റോ എന്തുമാവട്ടെ, ഒരാൾ നനച്ചിരിക്കാത്ത നേരത്ത് വീഴുമ്പോൾ അയാളുടെ മുതുകത്ത് കയറിയിരുന്ന് തേർവാഴ്ച നടത്തി അതിൽ സുഖം കണ്ടെത്തുന്ന ആളാണ് അഷറഫ്. ഉദാഹരണത്തിന് അഷറഫ് തൂക്കാൻ വിധിച്ച ഒരു നടൻ ഇവിടെ ഉണ്ടല്ലോ, ദിലീപിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു സിനിമ ചെയ്യാനായി 2 കഥകൾ അഷറഫ് ദിലീപിനോട് പറഞ്ഞു. കഥയിൽ മാറ്റങ്ങൾ പറഞ്ഞു ദിലീപ് അതിനെ നീട്ടി. ആ വൈരാഗ്യം അയാൾ ഒരു കേസിൽ കുരുങ്ങിയപ്പോൾ എത്ര സമർത്ഥമായാണ് അഷറഫ് ഉപയോഗിച്ചത്. അല്ലേല് ആ വിഷയത്തെ പറ്റി പറയാൻ യോഗ്യനായിരിക്കണം ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ആള്. എത്ര ക്രൂരമായി ചാനൽ ചർച്ചകളിൽ ദിലീപിനെ ഇദ്ദേഹം അലക്കി. എന്നിട്ട് ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി വിധിച്ചപ്പോൾ ഞാൻ ഇനി ദിലീപിനൊപ്പം എന്ന ലെവലിലായി പിന്നത്തെ വർത്തമാനം. ആരെങ്കിലും പറയാൻ ചോദിക്കും, ഇന്നലെ വരെ ഞാൻ തള്ളക്കി വിളിച്ചത് അവസാനിപ്പിച്ചു, ഇന്നു മുതൽ ഞാൻ ദിലീപിന്റെ ആളായി. ഇപ്പോഴിതാ രഞ്ജിത്ത് അകത്തായപ്പോൾ രഞ്ജിത്തിനെ അലക്കാനായി ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഉപയോഗിക്കുന്നു അഷറഫ്. രഞ്ജിത്ത് തിരക്കഥ എഴുതിയ 6-ാം തമ്പുരാനിൽ മനോഹരമായൊരു വേഷമായിരുന്നല്ലോ ഒടുവിലിന്. മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് അത് അദ്ദേഹം നന്നായി ചെയ്യുകയും ചെയ്തു. ആ സെറ്റില് വൈകുന്നേരത്ത് എന്തോ ഉള്ള ഷൂട്ടിംഗ് പാക്കപ്പ് ആയതിനു ശേഷമുള്ള വെള്ളമടി നേരത്ത് എന്തോ മോശമായി ഒടുവിൽ കമന്റ് അടിക്കുകയും രഞ്ജിത്ത് ഒടുവിലിന്റെ കവിളത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുക്കുകയും ചെയ്തത്രേ. അത് നടന്നതായിരിക്കാം. വൈകുന്നേരങ്ങളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ആഘോഷ കമ്മിറ്റികൾ കൂടാറുണ്ട്. അങ്ങനെ ആഘോഷ കമ്മിറ്റികൾ കൂടി പരസ്പരം വഴക്കിട്ട് പിണങ്ങിപ്പോയ പലരെയും എനിക്കറിയാം എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. ഞാൻ ഇക്കാര്യം 6-ാം തമ്പുരാന്റെ നിർമ്മാതാവ് സുരേഷ് കുമാറിനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ
അവൻ പറയുന്നതിന് ആരെങ്കിലും വില വയ്ക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവനെന്ന് പറഞ്ഞാൽ അഷറഫ് പറയുന്നതിന് ആരെങ്കിലും വില വയ്ക്കുമോ ദിനേശ് എന്നാണ് ചോദിച്ചത്. സുരേഷ് കുമാറിന്റെ സെറ്റിൽ രഞ്ജിത്തല്ല ദൈവം തമ്പുരാൻ പോലും വേലത്തരം കാണിക്കില്ല, കാണിച്ചാൽ വിവരം അറിയും. മോഹൻലാൽ നായകനായ സെറ്റിൽ ഒടുവിലിനെ പോലെ ഒരു സാധുവിനെ തല്ലാൻ ആരും മുതിരില്ല. തല്ലിയെങ്കിൽ തക്കതായ കാരണം കാണും എന്നാണ് എന്റെ പക്ഷം. ഇനി അഥവാ തല്ലുന്നത് ആലപ്പി അഷറഫ് കണ്ടെങ്കിൽ താൻ എന്താ തടയാത്തെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തടഞ്ഞാല് തരാമെന്ന് ഏറ്റ വേഷം പോയാലോ എന്ന് കരുതി കാണും. ആണാണേൽ ആ തല്ല് തടയണമായിരുന്നു. രഞ്ജിത്തെ, നിങ്ങൾ ചെയ്തത് മോശമായി പോയി എന്ന് അന്ന് പറയണമായിരുന്നു. അതിൻ്റെ പേരിൽ വേഷം പോയാൽ പുല്ലേ മാത്രം എന്ന് പറയണമായിരുന്നു. പകരം രഞ്ജിത്ത് ഒരു ആപത്തിൽ പെടുമ്പോഴല്ല എരിവ് കയറ്റാൻ ഇത്തരം ഡയലോഗുകൾ അടിക്കേണ്ടത്. ചിലർ വെള്ളം അടിച്ചാൽ കച്ചടയാവും, കൂതറയാവും. അങ്ങനെയുള്ളവർ പരസ്യമായി കമ്പനി കൂടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഒടുവിൽ അത്തരം ഒരാളായിരുന്നു. വഴിയെ പോണ വയ്യാവേലി കോണി വെച്ച് പിടിക്കുമായിരുന്നു ഉണ്ണിയേട്ടൻ. നമ്മുടെ പ്രതാപചന്ദ്രൻ, എനിക്കങ്ങ് ഡൽഹിയിലും പിടിയുണ്ടാ CBI എന്ന് പറഞ്ഞില്ലേ, ആ പ്രതാപചന്ദ്രൻ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലും അദ്ദേഹത്തിന് ഒരു മുറി നൽകില്ലായിരുന്നു. കെട്ടിറങ്ങിയാൽ ഇതുപോലെ മാന്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുമില്ല. പ്രതാപേട്ടൻ ആഴ്ച ഫിറ്റായി കൂതറായി നിന്ന് എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതെല്ലാം ചെയ്യും. പക്ഷേ രാവിലെ എണീറ്റ് കാർ കയറി പോകാനായിട്ട് വരുമ്പോൾ എന്തൊരു മാന്യനെന്നറിയാം. മണിയെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് കൊതി തോന്നും. ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത ഊഴം എറണാകുളത്ത് ചിത്രീകരണം നടക്കുന്നു. PG വിശ്വംഭരന്റെ ഒരു വിവാദ വിഷയമാണോ സൈമൺ പീറ്റർ നിനക്ക് വേണ്ടിയാണോ എന്നറിയില്ല, ഏതോ ഒരു പടം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. 2 സിനിമയിലും പ്രതാപചന്ദ്രനുണ്ട്. ഏതോ ഒരു സെറ്റിൽ നിന്നും ഹോട്ടൽ എലൈറ്റിന്റെ മുന്നിൽ കാറിൽ വന്ന് പ്രതാപചന്ദ്രൻ ഇറങ്ങി. വന്ന കാറങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു. എലൈറ്റിന്റെ മുന്നിൽ ഊഴത്തിന്റെ എക്സിക്യൂട്ടീവും PG വിശ്വംഭരനും അടക്കം എല്ലാവരും നിൽപ്പുണ്ട്. പ്രതാപചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ഏത് കാറിൽ കയറണം എന്ന് ചോദിച്ചു. 2 സിനിമയുടെ ആൾക്കാർക്കും ഉത്തരവില്ല. കാരണം 2 പേർക്കും വേണ്ട പുള്ളി. ആഴ്ച പിമ്പിരിയായിട്ടാണ് വന്നേക്കണേ. മുണ്ടൊരു വഴിയെ പോണു, പ്രതാപചന്ദ്രൻ ചേട്ടൻ വേറൊരു വഴിയെ പോണു. മൊത്തം പ്രശ്നത്തിൽ നിൽക്കുക. പറ, ഞാൻ ഏത് കാറിൽ കയറണം? 2 കൂട്ടരും പറയുന്നില്ല ഞങ്ങളുടെ കാറിൽ കയറാൻ. നീ കൊണ്ടുപോ എന്ന് വിശ്വംഭരൻ. വേണ്ട, ചേട്ടൻ കൊണ്ടുപോകുന്നു ഊഴത്തിന്റെ എക്സിക്യൂട്ടീവ്. കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് PG വിശ്വംഭരൻ ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒടുവിൽ പ്രതാപചന്ദ്രന്റെ കെട്ടിറങ്ങട്ടെ എന്ന് കരുതി മുറി കിടത്താം എന്ന് തീരുമാനിച്ചു. എലൈറ്റുകാർ കള്ളം പറഞ്ഞു, അയ്യോ എല്ലാ റൂമും ഫുള്ളാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുറിയിൽ തൽക്കാലം ഉറക്കാം എന്ന് ഊഴത്തിന്റെ എക്സിക്യൂട്ടീവ്. അത് പാടില്ല എന്ന് റിസപ്ഷനിലുള്ളവർ, നിങ്ങൾക്ക് റൂം തന്നെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിൽ പ്രധാനമന്ത്രി സാറിനെ കിടത്താൻ പറ്റില്ല എന്ന്, കാരണം അലുമ്പാക്കും ആ റൂമിനെ. എന്നാൽ PG വിശ്വംഭരൻ സംഘവും താമസിക്കുന്ന കൽപ്പയിലേക്ക് കൊണ്ടുപോകാം എന്നായി. അങ്ങോട്ട് വേണ്ടാന്ന് PG വിശ്വംഭരൻ. ആർക്ക് വേണ്ട? പ്രധാനമന്ത്രി ചേട്ടനെ. ഈ നമ്മളെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും 2 അടിച്ചാൽ കൺട്രോൾ പോകുന്ന ആളാണ്. രഞ്ജിത്തിന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ല് വാങ്ങുകയും ചെയ്തിരിക്കാം. കെട്ടിറങ്ങിയപ്പോൾ ഒടുവിൽ തന്നെ ചെന്ന് ക്ഷമയും പറഞ്ഞു. അതിനെ വക്രീകരിച്ച് രോഗിയായ വയസ്സായ ഒടുവിലിന്റെ കവിളത്തടിച്ച് തള്ളിയിട്ടതിന്റെ ശാപമാണ് ഇപ്പോൾ ലോക്കപ്പിലായത് എന്നൊക്കെ വച്ച് കാച്ചുന്നത് നല്ല ശീലമല്ല, നല്ല ആണുങ്ങൾക്ക് പറ്റിയ ശീലമല്ല അഷറഫെ. അത് പറയാൻ താങ്കളൊട്ട് യോഗ്യനുമല്ല. ആറന്നുപുരാൻ 1997 റിലീസായത്. ഒടുവിലിന് അപ്പോൾ ഒരു 52-53 വയസ്സ് പ്രായം. അദ്ദേഹം രോഗിയായത് 2000-2002 കാലത്താണ്. ചുമ്മാ ഒടുവിൽ രോഗിയായിരുന്നപ്പോൾ തല്ലി എന്നൊക്കെ പച്ച നുണ പറഞ്ഞ് രസിക്കുന്നത് ക്രൂരമാണ് അഷറഫെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. അതുകൊണ്ട് അടിക്കുന്നതാണ് രോഗിയായ ഒടുവിലിന്റെ കവളത്തടിച്ചു എന്നൊക്കെ. ഒരു അഭിമുഖത്തിൽ പോലും ഉണ്ണിയേട്ടൻ രഞ്ജിത്ത് അനാവശ്യമായി എന്നെ തല്ലിയെന്നോ രഞ്ജിത്ത് ഒരു ബോറനാണെന്നോ മാടമ്പിയാണെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ടുള്ളവർ വിളിച്ചതുപോലെ എന്തിനാണ് അഷറഫെ ഉണ്ണിയേട്ടനും രഞ്ജിത്തിനും മോഹൻലാലിനും സുരേഷ് കുമാറിനും ഷാജി കൈലാസിനും അടക്കം പരാതിയില്ലാത്ത ഒരു കഥയെടുത്ത് ഇപ്പൊ അലക്കുന്നത്? അത് വളരെ ക്രൂരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.